ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ ഡെസ്ക് മേക്ക് ഓവറും അതേപോലെ നമ്മുടെ റൂം മേക്ക് ഓവറും. അപ്പോൾ ഞാൻ ഇതിന് ഇങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്ത് നോക്കും ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ. അപ്പോൾ പിൻട്രസ്റ്റിലൊക്കെ എപ്പോൾ നോക്കിയാലും കാണുന്ന ഒരു ഐറ്റമാണ് ഈ വാൾ ഗ്രിഡ്. അതായത് ഒരു ഗ്രിഡ്, കുറച്ച് കള്ളിയുള്ള സാധനം അത് ഉണ്ടാക്കണം. പിന്നെ അതിൽ ഓരോന്നിലും നമ്മളെ ഫോട്ടോസോ കോഡ്സൊക്കെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പർ സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു, എന്തോ ഒരു ആവശ്യത്തിന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 സ്ട്രോസ് നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ആദ്യം ഞാൻ 2-3 ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അത് ഇതിങ്ങനെ ഫിക്സായി നിൽക്കുമോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു സ്ട്രോ എടുത്തിട്ട് അതിൻ്റെ തമ്പ് ഇങ്ങനെ ഉള്ളിലോട്ടാക്കുക, ഒന്ന് പ്രസ് ചെയ്യുക 4 ഭാഗത്തൊന്നും. അപ്പോൾ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് മറ്റേതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഉള്ളിലോട്ട് കയറ്റാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്നാലും അത് എത്രത്തോളം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഒരു വരി വലിച്ച് അങ്ങോട്ട് തന്നെ പോരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ഗ്ലൂവും കൂടെ ആക്കി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. പിന്നെ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തത്. എന്നിട്ട് ഈ 2 വെച്ച് ഒട്ടിച്ചത് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. എൻ്റെ സ്ട്രോക്ക് ചെറിയൊരു വളവുണ്ട്, അത് ആ സെൻറ്ററിൽ നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ടല്ലേ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് വളഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഭംഗി ഉണ്ടാവും. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ശരിക്കും വെക്കേണ്ടത്. റെക്റ്റാങ്കിൾ ഒരു സ്ക്വയർ നമുക്ക് വേണ്ട ഷേപ്പിലൊക്കെ വെക്കാം. പിന്നെ നമ്മൾക്കതിൽ കുറച്ച് റോസും കോളംസും കൊടുക്കണം. അപ്പോൾ 3 റോസാണ് ഞാൻ ഇതുപോലെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴത്തോട്ടും അതേപോലെ നമുക്ക് 3 കോളംസും കൂടെ വെക്കുന്നുണ്ട്. അതും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുത്തത്. അപ്പോൾ ഗ്രിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെക്കാനും ഫോട്ടോസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇത് ഞാൻ നമ്മുടെ വിഷൻ ബോർഡ് പ്രിൻ്റ് എടുത്തല്ലോ, ആ സമയത്ത് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തിരുന്നിട്ട് റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലതൊക്കെ ഞാൻ വൈറ്റ് പോർഷൻസ് വിട്ടിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, ചിലത് അല്ലാണ്ടും കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിഷൻ ബോർഡിൻ്റെ ഷോർട്സിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിന് എത്ര റേറ്റ്. ഞാൻ വിഷൻ ബോർഡിൻ്റെ ഡീറ്റെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ A3 സൈസിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്ത ഷോപ്പിൽ A3ക്ക് 30 റുപ്പീസാണ് വരുന്നത്. അത് ചില ഷോപ്സിലും ചില പ്ലേസിലൊക്കെ നല്ല ചേഞ്ച് ഉണ്ട്, 40 റുപ്പീസൊക്കെ വരാറുണ്ട് ചിലയിടത്തൊക്കെ. അപ്പോൾ സ്ഥലം അനുസരിച്ചിട്ട് മാറുന്നുണ്ടാവും. പിന്നെ ഏറ്റവും നല്ലത് നമുക്ക് ഇങ്ങനത്തെ പ്രിൻസൊക്കെ എടുക്കുന്ന ഷോപ്പിൽ നിന്ന് എടുക്കുകയാണ്. അതായത് ഈ സ്റ്റുഡിയോയിലൊക്കെ ഇങ്ങനെ നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും, പക്ഷേ സ്റ്റുഡിയോയിലൊക്കെ നല്ല റേറ്റ് ആവും. ഒരു പേപ്പറിന് തന്നെ 100-150 ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ എടുക്കാണ്ടിരിക്കാവും നല്ലത്. ഇങ്ങനത്തെ ഷോപ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഷോപ്സ്, അതേപോലെ ഇങ്ങനത്തെ പ്രിൻറ്റിങ് ഷോപ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടുന്നതാണ് തോന്നുന്നത്. അപ്പം എനിക്കിത് എടുക്കാൻ 30 റുപ്പീസാണ് ആയത് കേട്ടോ. നമുക്ക് A4 ആണെങ്കിലും എടുക്കാൻ പറ്റും. പിന്നെ ഇത് എഡിറ്റ് ചെയ്യുന്നത് ക്യാൻവ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഫിക്സ് ആക്കി കൊടുക്കുന്നത്. അത് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ തന്നെ A3 സെറ്റാക്കിയിട്ടാണ് പ്രിൻ്റ് എടുക്കാറ്. അതല്ല കുറച്ച് 10-20 റുപ്പീസൊക്കെ കൊടുത്താൽ അവർ തന്നെ സെറ്റ് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാനിത് അതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ പഴയ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. വിഷ്ണുവിൻ്റെ ഈ മുടി കളഞ്ഞ സമയത്ത് ഫസ്റ്റ് മുടി കളഞ്ഞ ഫോട്ടോസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മളെ റൂമിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മെമ്മറീസ് നമ്മുടെ മൈൻഡിലോട്ട് വരും. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ, നമ്മളെ പണ്ടത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ വിഷ്ണുവിൻ്റെ ഫോട്ടോസ് തന്നെയാണ് ഇതിൽ അധികം ഉള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ഇത് ശരിക്കും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്ലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് തന്നെ വെക്കാൻ പറ്റും. ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ആവശ്യത്തിന് നോക്കുമ്പോൾ നമുക്ക് ഉള്ള സാധനമൊന്നും കിട്ടില്ലല്ലോ, സ്വാഭാവികം. അങ്ങനെ അത് കാണാനില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫോട്ടോസ് ഒട്ടിക്കാനും ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം പൊള്ളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒട്ടിക്കൽ പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഫെയറി ലൈറ്റും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കനിൽ ഓൾ എന്ന് കൊടുക്കാനും പിന്നെ ജസ്റ്റ് ഒരു കമൻറ്റ് ഇടാനും മറക്കരുതേ.